ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ സ്നേഹിതരെ, നമ്മൾ വീണ്ടും ദൈവവചനത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ കൂടി വന്നിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഒരിക്കൽ കൂടെ ആ നാമത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അത് വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, അതായത് ബൈബിൾ ഇപ്പം ഇന്നത്തെ ക്രൈസ്തവ മതങ്ങളിൽ കാണുന്ന ആചാരങ്ങൾ, ആ ആചാരങ്ങൾ അതിൽ യുക്തി ഭംഗമുള്ള അല്ലെങ്കിൽ അനാചാരങ്ങൾ എന്ന് തോന്നുന്ന ആചാരങ്ങളാ മുഴുവൻ തന്നെ യുക്തിഭംഗങ്ങൾ ഉള്ളതാണ്. എന്നാൽ ഇത് വേദപുസ്തകം, ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് ഈ ആചാരങ്ങൾ നടത്തുമ്പോൾ അതെന്തുമാത്രം വേദപുസ്തകത്തിന്റെ സപ്പോർട്ട് അതിനുണ്ട്, പിന്തുണയുണ്ട് എങ്കിൽ ഇത് വേദപുസ്തകം അനുശാസിക്കുന്നതാണ് ഈ ആചാരങ്ങളെങ്കിൽ ആ ഒരൊറ്റ കാര്യം മതി, വേദപുസ്തകം ദൈവാത്മ നിസ്വസ്ഥമല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ, അല്ലെങ്കിൽ ഇതിൻ്റെ എതിരാളികൾക്ക് അത് സ്ഥാപിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം. അപ്പൊ ഇന്നത്തെ ക്രൈസ്തവ മതത്തിലുള്ള ആചാരങ്ങൾ വേദാനുസരണമാണോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ടാണ് ഞാൻ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞത്. ക്രൈസ്തവ സഭയുടെ അതിൻ്റെ ജനനവും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയും 3-ാം നൂറ്റാണ്ടിലെത്തി. അതിൻ്റെ അവസ്ഥ, കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു റോമൻ ചക്രവർത്തി, ജാതീയ ചക്രവർത്തി, റോമ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന വ്യക്തി ക്രിസ്തു മതം സ്വീകരിച്ചു. അതിനോടുകൂടി എന്ത് സംഭവിച്ചു? ഈ ക്രിസ്തു മതം ഒരു രാജകീയ സഭയായി മാറി, രാജകീയ മതമായി മാറി. അപ്പോൾ അതുവരെ ഒരു പീഡിത സഭയായിരുന്നു. ആ പീഡിത സഭയായിരുന്ന ക്രിസ്തീയ സഭ, ക്രിസ്തു മതം രാജകീയ സഭയായി മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാ പീഡനങ്ങൾക്കും വിരാമം വന്നു. രാജകീയ സഭയെ ഉപദ്രവിക്കുവാൻ ആർ തയ്യാറാകും? അതുവരെ ഉണ്ടായിരുന്ന പീഡനങ്ങൾ ഏറെയും നേരിട്ടത് അധികാരികളിൽ നിന്ന്. എന്നാൽ അത് മാറി. ഇവിടെ ക്രൈസ്തവ സഭയിൽ വിവിധ സ്ഥലങ്ങളിൽ രൂപപ്പെട്ട ചെറിയ ചെറിയ കൂട്ടങ്ങൾ, അവയൊക്കെ ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അവസാനം ഈ സഭയ്ക്ക് വേണ്ട, ഓരോരോ സഭകൾക്കും വേണ്ട സാമ്പത്തികമായിരിക്കുന്ന സഹായങ്ങൾ, അത് അവർ ചിന്തിക്കുന്നതിലും വലിയ സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ അവർക്ക് ഈ ഭരണകൂടത്തിൽ നിന്നും രാജാവിൻ്റെ പക്കൽ നിന്നും ലഭിച്ചു തുടങ്ങി. അപ്പോൾ അവിടെ എന്തായി? അവിടെ ബിഷപ്പുമാരെ നിയമിക്കാൻ, ബിഷപ്പ് എന്നുള്ളത് മൂപ്പൻ എന്നുള്ളൊരു അർത്ഥം മാത്രമേ അതിനുള്ളൂ. ഇന്ന് നാം കാണുന്നു ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഏതോ മഹാപദവിയാണെന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ അവിടെ സഭയുടെ മൂപ്പന്മാരെ നിയമിച്ചു. അപ്പൊ ഈ മൂപ്പന്മാർ പല സഭകൾ ചേർന്ന് വന്ന് ഒരു പൊതുമൂപ്പനെ കണ്ടെത്താൻ ശ്രമിച്ചു. അങ്ങനെ കണ്ടെത്തിയ ഒന്നാണ് റോമിലെ സഭയുടെ, റോം ആസ്ഥാനമായ സഭയിലെ മൂപ്പൻ. അതിനവര് പേരിട്ടു, ഇത് പത്രോസിന്റെ സിംഹാസനമാണ്, അല്ലെങ്കിൽ പത്രോസാണ് ഈ സഭയുടെ മൂപ്പൻ, ബിഷപ്പ് ആയിരുന്നു എന്നൊക്കെ അവർ പ്രഖ്യാപിച്ചു. ഇങ്ങനെയുള്ള സഭകൾ, ചിന്തകൾ, ഇതൊക്കെയാണ് നാം കടന്നു വന്നത്. നോക്കുക, ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞ വാക്യം, നിങ്ങളെ ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ നിങ്ങളെ സർപ്പം ഹൗവയെ ചതിച്ചതുപോലെ നിങ്ങൾ ഉപായത്താൽ ചതിക്കപ്പെടുമെന്ന് ഞാൻ സംശയിക്കുന്നു. ആ സംശയം യാഥാർത്ഥ്യമായി. ക്രൈസ്തവ സഭ അധികാരത്തിനു വേണ്ടി ഈ ലോക രാജാക്കന്മാരുമായി വേഴ്ചയിലേർപ്പെട്ടു. അങ്ങനെ ഒരു വിശ്വാസത്യാഗിനിയായ സഭയായി മാറി. പൗലോസ് പറയാ, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. എന്താണ് വിശ്വാസത്യാഗം? സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോവുകയാണ്. അപ്പൊ ക്രിസ്തു പ്രചരിപ്പിച്ച അവന്റെ ശിഷ്യന്മാര് വഴി അവർ എഴുതി നൽകിയ ആ സുവിശേഷം നിങ്ങൾ നോക്കുക. ഇന്ന് സഭകളിൽ കാണുന്ന ഏതെങ്കിലും ആചാരങ്ങൾ ഈ വേദപുസ്തകത്തിന്റെ ഒരു വാക്യത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇവിടെ ഓരോരോ പെരുന്നാളുകൾ, ഇവർ കൊണ്ടാടുന്ന പെരുന്നാളുകളുടെ എണ്ണം എത്രയാ? ഇവർ നടത്തുന്ന നേർച്ച കാഴ്ചകളുടെ എണ്ണം എത്രയാ? ഇവർ നടത്തുന്ന ഓരോ പെരുന്നാളുകളിലും ഇവർ ചുമന്നു കൊണ്ടുപോകുന്ന രൂപങ്ങൾ എത്രയാ? ഈ കുരിശിന്റെ തന്നെ, ഒരാൾ മരിച്ചാൽ സാധാരണക്കാരനാ മരിക്കുന്നതെങ്കിൽ കേവലം ഒരു മരക്കുരിശേ അവന്റെ തലയ്ക്കൽ വെക്കാനുണ്ടാവുള്ളൂ. അതുപോലും വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്.
എന്നാൽ സമൂഹത്തിൽ ഒരു പ്രമാണിയാണ് മരിക്കുന്നതെങ്കിൽ അവിടെ പൊന്നിൻ കുരിശിന്റെ എണ്ണം എത്രയായിരിക്കും, വെള്ളിക്കുരിശുകളുടെ എണ്ണം എത്രയായിരിക്കും, മരക്കുരിശ് ചിലപ്പോൾ അവിടെ കാണൂല. ഇവിടെ നടത്തുന്ന ആചാരങ്ങൾ, ഒരു പെരുന്നാളിന് നാം നോക്കുക, നമ്മുടെ വിശ്വാസികൾ എന്ന് പറയുന്നവർ ആ പെരുന്നാളിന് നടത്തുന്ന പ്രദക്ഷിണത്തിൽ അവർ ചുമക്കുന്ന വിഗ്രഹങ്ങൾ എത്രയാ. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിഗ്രഹവും ചുമല്ലേറ്റ് ആ വഴിനീള നടക്കാൻ അവർക്ക് ലജ്ജയില്ലേ എന്നുള്ളത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് ബൈബിളിൽ എവിടെ പറഞ്ഞിട്ടുണ്ടേ? അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ ബൈബിളിന് ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ ഉണ്ടായത് മറ്റാരിൽ നിന്നുമല്ല. അപ്പൊ ഈ ഡയക്ലീഷ്യനിൽ നിന്നോ നീറോയിൽ നിന്നോ ഉണ്ടാകാത്ത വിധത്തിലുള്ള ഉപദ്രവങ്ങൾ, നശിപ്പിക്കാനുള്ള പ്രവണതകൾ, ബൈബിൾ നശിപ്പിക്കാനുള്ള പ്രവണതകൾ ഇവിടെ ഉണ്ടായത് ക്രൈസ്തവ സഭകളിൽ നിന്നാണ്, സഭയിൽ നിന്നാണ്. അത് നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് വില്യം ടിൻഡെയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. എനിക്ക് തോന്നുന്നു 1536 അപ്പൊ അങ്ങനെ 1536 ഇത് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയെ ഇവിടുത്തെ അന്നത്തെ ക്രൈസ്തവ സഭ അന്ന് അധികാരത്തിലെത്തി. ഞാൻ പറഞ്ഞു, ഇവിടെ റോമൻ സാമ്രാജ്യം അധപ്പതിച്ചു. പിന്നീട് ചക്രവർത്തിമാരെ പോലും അവരോധിക്കുന്നത് മാർപ്പാപ്പായുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവന്നു. ഇന്നിപ്പോ വത്തിക്കാൻ എന്ന് പറയുന്ന ലോകത്തിലെ ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ. പക്ഷെ നമ്മൾ ചിന്തിക്കുക, ഈ വത്തിക്കാൻ അധികാര കേന്ദ്രമാക്കി ഒരു രാജ്യത്തിന്റെ തലസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ഭരണകൂടം അവിടെ ഉയർത്തിയിരിക്കുക. ക്രിസ്തു എന്താ പറഞ്ഞത്? ക്രിസ്തുവിനോട് അതിന്റെ ശിഷ്യന്മാർ എന്താ ചോദിച്ചത്? ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? അപ്പോൾ പറഞ്ഞു, മനുഷ്യപുത്രൻ തന്നെ പുനർജനനത്തിൽ വരുമ്പോൾ നിങ്ങളും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. നമുക്ക് മനുഷ്യപുത്രൻ തന്റെ പുനർജനനത്തിൽ വരുമ്പോഴാ നിങ്ങൾ എന്താകുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ലോകത്തിന്മേലുള്ള അധികാരം ലഭിക്കുന്നത് അന്നാണ്. പക്ഷേ ക്രൈസ്തവ സഭ അധികാരത്തിലേറിയിട്ട് എത്രയോ നാളുകളായി. ഏതാണ്ട് 1000 വർഷക്കാലം ഇവിടെ ഒരു സഹസ്രാബ്ദ വാഴ്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭ അധികാരത്തിൽ പ്രവേശിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണ്ട് ഈ AD 323 നടന്നൊരു സുന്നഹദോസ് ഉണ്ട്. അവിടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവ്, അദ്ദേഹത്തിന്റെ ആശയത്തിൽ രൂപപ്പെട്ട ഒരു ദുരുപദേശമാണ് ത്രിയേക ദൈവ വിശ്വാസം എന്നുള്ളത്. ഇതിനെ അറിയൂസ് എന്ന് പറയുന്ന മറ്റൊരു സഭാപിതാവ്, ആ അറിയൂസ് ഇതിനെ നഖശിഖാന്തം എതിർത്തു. എന്നാൽ AD 323 കൂടിയ നിഖ്യാ സുന്നഹദോസിൽ ഇത് തെർത്തുല്യന്റെ അഭിപ്രായം അംഗീകരിക്കുകയും അങ്ങനെ ത്രിയേക ദൈവ വിശ്വാസം സഭയുടെ വിശ്വാസമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അറിയൂസിനെ സത്യം പറഞ്ഞ അറിയൂസിനെ നിർദ്ദയം കൊന്നുകളയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് അവരെ നിഷ്കാസിതനാക്കി. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ക്രൈസ്തവ സഭ ഏറ്റവും കൂടുതൽ ബൈബിളിനെതിരെ, ഉപദേശങ്ങൾക്കെതിരെ ശക്തിയോടെ പ്രവർത്തിച്ച ഒരു സഭയാണ്. ഈ കൗൺസിൽ ഓഫ് ട്രെന്റ് എന്ന് പറയും, 1545 രൂപീകൃതമായ കൗൺസിൽ ഓഫ് ട്രെന്റ്. ഇവിടെയാണ് വേദപുസ്തകം ഉപയോഗിക്കുന്നതും അത് കയ്യിൽ കൊണ്ടു നടക്കുന്നതും പാപമാണെന്നും ശിക്ഷാർഹമാണെന്നും പ്രഖ്യാപിച്ച ഒരു കൗൺസിലായിരുന്നു, ഒരു സുന്നഹദോസ് ആയിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വേദപുസ്തകത്തെ ഏതെല്ലാം രീതിയിൽ നശിപ്പിക്കാൻ സാധിക്കും, അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ജാതീയ ചക്രവർത്തിമാരെക്കാൾ വളരെ ശക്തിയോടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ മേലധ്യക്ഷന്മാരാണ് എന്നുള്ള വസ്തുത ദുഃഖത്തോടെയാണ് നമ്മൾ പറയുന്നത്. ഇന്ന് അനേകം പുരോഹിതന്മാരും ഈ വേദപുസ്തകം കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നത് കാണുമ്പോൾ അവർ അറിയുന്നുണ്ടോ, അവർ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ പുസ്തകത്തെ തങ്ങളുടെ പൂർവികന്മാർ കാലുകൊണ്ട് ചവിട്ടി അരച്ചതാണ്
എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അപ്പൊ ഒരു കാലത്ത് തങ്ങളുടെ പൂർവികന്മാർ ചവിട്ടി തേച്ച് നിഷ്കരുണം നശിപ്പിക്കാൻ ചുട്ടുകളഞ്ഞ ഈ വേദപുസ്തകം, സത്യവചനത്തെ പ്രഘോഷിച്ച എത്രയോ വ്യക്തികളെ നിർദയമായി അവരുടെ ജീവൻ അപഹരിച്ചവർ, ഹിംസ്ര ജന്തുക്കൾക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ട്, വിഭുക്ഷുക്കളായ ഹിംസ്ര ജന്തുക്കൾക്ക് എറിഞ്ഞുകൊണ്ട്, ജീവനോട് എറിഞ്ഞു കൊടുത്തുകൊണ്ട്, മൃഗങ്ങളെ കൊന്ന അവയുടെ തോൽ ശരീരത്തിൽ ചുറ്റി അത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ തോൽ ശരീരത്തിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് അവരെ തലകീഴായി അഗ്നികുണ്ഡത്തിന് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട്, ഇങ്ങനെയെല്ലാം ഏതെല്ലാം വിധത്തിൽ സത്യവചനം പ്രഘോഷിച്ചിട്ടുള്ള വ്യക്തികളെ ഈ സഭ പീഡിപ്പിച്ചു, അവരെയെല്ലാം മരണത്തിന്റെ ലോകത്തേക്ക് അവരെയെല്ലാം പറഞ്ഞു വിട്ടു എന്നുള്ളത് നാം ചിന്തിക്കുക പ്രിയമുള്ളവരെ. അപ്പൊ ഇങ്ങനെയുള്ള ആ സഭയുടെ പ്രവർത്തികൾ ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ കയ്യിൽ ഒരു ഈ ക്രൈസ്തവ സഭയിൽ കടന്നുകൂടിയിരിക്കുന്ന ദുരാചാരങ്ങളുടെ വലിയൊരു ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. നമ്മൾ നോക്കുക, ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ക്രൈസ്തവ സഭയിൽ എന്നാണ് ആരംഭിക്കുന്നതെന്നാണ്. AD 300 മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒറിജിനാണ് 3-ാം നൂറ്റാണ്ടിൽ ഈ ആത്മാവിന് അമർത്യമാണ് ആത്മാവെന്നുള്ള ചിന്താഗതി സഭയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ്. എങ്കിലും ആത്മാവ് അമർത്യമാണെങ്കിൽ ആ അമർത്യമായ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥനകൾ വേണം. ആ പ്രാർത്ഥനയാണ്, അത് പുരോഹിതന്റെ കുത്തകയാണ്, സഭയുടെ അവകാശമാണ്. അപ്പൊ സഭയുടെ ചട്ടക്കൂടുകൾ രൂപീകരിച്ച കാലഘട്ടമായി 3-ാം നൂറ്റാണ്ട്. ഓരോ സഭകളും എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ചട്ടക്കൂടുകൾ രൂപീകരിച്ചുകൊണ്ട് സഭയെ ഒരു ആധിപത്യത്തിന് കീഴിൽ ക്രൈസ്തവ സഭയെ കൊണ്ടുവരുവാൻ ശ്രമിച്ച ആ കാലഘട്ടമാണ്. അപ്പം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ബൈബിളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇപ്രകാരം മരിച്ചവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയുണ്ടെന്ന് ഒരു ഭാഗത്ത് കാണിക്കാൻ സാധിക്കുമോ? അത് കാണിക്കാൻ പറ്റുന്നത് ഈ ഉത്തര കാനോനിക നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എന്ന് പറയും. അങ്ങനെയുള്ള ചില ഗ്രന്ഥങ്ങളിലെ അത് വേദപുസ്തകത്തിന്റെ ഭാഗമായി അവർ കൂട്ടിച്ചേർത്തതാണ്. 66 പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. എന്നാൽ കത്തോലിക്കയുടെ പുസ്തകത്തിൽ അതല്ല, 72 പുസ്തകങ്ങളുണ്ട്. അതിനാണ് അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ, ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന് പറയും. അവയിൽ ഉള്ള ചില ഉപദേശങ്ങളായത്. അപ്പൊ അവ കൂട്ടിച്ചേർത്തത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളും വേണമെന്ന് ഈ പുസ്തകത്തിൽ ഉപദേശിക്കുന്നുണ്ട്. വേദപുസ്തകത്തിന് മറ്റൊരു വിശ്വാസ്യത എന്ന് പറയുന്നത്, ദൈവാത്മനിശ്വസ്തത എന്ന് പറയുന്നത്, അതൊരിക്കലും അതിലെ ഒരു വാക്കുകൾ പോലും, ഒരു ഉപദേശം പോലും പരസ്പര വിരുദ്ധമാകയില്ല. ഒരു ഭാഗത്ത് പറയുന്നു മരിച്ചവർ ഒന്നും അറിയുന്നില്ല എന്ന് പറയുകയും, മറ്റൊരു ഭാഗത്ത് പറയുക മരിച്ചവരുടെ ആത്മാക്കൾ നിത്യതയിലാണ്, നിങ്ങൾ അവർക്ക് വേണ്ടി മരണാനന്തര കർമ്മങ്ങൾ വേണമെന്ന് അനുഷ്ഠിക്കുകയും വേണമെന്ന് പറയുകയും ചെയ്താൽ അത് പരസ്പര വിരുദ്ധമാണ്. അങ്ങനെ ബൈബിൾ പറയുകയില്ല പ്രിയമുള്ളവരെയും. വീണ്ടും ഈ പള്ളിയിലൊക്കെ നമ്മൾ തിരികെത്തുകയാണ്. ഇതൊരു ആചാരമായിട്ട് തുടങ്ങിയത് AD 320 നിങ്ങൾക്ക് ചരിത്രം പരിശോധിക്കാം. ഇനി ക്രിസ്തുമസ് ആരംഭിച്ചത് AD 350 ജൂലിയൻ മാർപ്പാപ്പയാണ് ഇതിനുള്ള അനുവാദം കൊടുത്ത് ഇത് തുടങ്ങി വെച്ചത്. AD 350 ജൂലിയൻ മാർപ്പാപ്പ. ഇനി മറ്റൊന്ന്, മരിച്ച വിശുദ്ധന്മാർ തിരുസ്വരൂപങ്ങൾ ഇവയെ ആരാധിക്കാൻ തുടങ്ങി. ക്രൈസ്തവ സഭയിൽ തിരുസ്വരൂപങ്ങളും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, തിരുസ്വരൂപങ്ങളെ ആരാധിക്കല്, ഇവയൊക്കെ തുടങ്ങിയത് AD 375 ഇന്നും നമുക്ക് കാണാം എത്രയോ വിശുദ്ധന്മാരുടെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നിട്ടത് പുണ്യവസ്തുവാണെന്ന് കണ്ട് അവരുടെ ആ മൃതശരീരത്തിന്റെ കാൽക്കലും തലയ്ക്കലും പോയി ആരാധിക്കുന്ന ക്രൈസ്തവരെ നമുക്ക് കാണാൻ സാധിക്കും. വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ? നിങ്ങൾ ചിന്തിക്കുക, ദൈവ പുരുഷനായ മോശ മരിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? ദൈവം
എവിടെ വെച്ചാ മോശ മരിക്കുന്നത്? ദൈവം മോശയെ ഇസ്രയേലിന്റെ ഇടയിൽ നിന്നും പിസ്ഗ എന്ന് പറയുന്ന ഒരു കൊടുമുടിയുടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. അവിടെ മോശ ദൈവത്തിന്റെ മടിയിൽ ഉറങ്ങിയെന്ന വേദപുസ്തകം നമ്മൾ പറയുന്നത്. അവന്റെ അധര ചുംബനങ്ങളേറ്റു മോശ ഉറങ്ങിയെന്ന മോശയുടെ മരണത്തെ കുറിച്ച് അതിന്റെ മൂല ഭാഷയിൽ പറയുന്നു. എന്നിട്ടോ ആ മോശയുടെ മൃതശരീരം എവിടെ അടക്കി ദൈവം? ഇന്ന് വരെയും ഈ മൃതശരീരത്തിനു വേണ്ടി പിശാച് ദൈവത്തോട് വളരെയേറെ വാദിച്ചു. നാം യൂദായുടെ ലേഖനത്തിൽ കാണാൻ സാധിക്കും. എന്തിനു വേണ്ടിയായിരുന്നു? ഈ മൃതശരീരം മോശയുടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വലിയ ഒരു ആരാധ്യ വസ്തുവാക്കി, ഒരു ബിംബമാക്കി മാറ്റാൻ സാധിക്കും. അതാണ് അങ്ങനെ ഒരു വലിയ ദുരാചാരത്തിന്റെ ഒരു ദുരുപദേശത്തിന് ചൂട്ടുപിടിക്കാം, അതിനുള്ള ആധാരമാക്കി മോശയുടെ ശരീരം കൊടുക്കാമെന്ന് പിശാച് കണ്ടതുകൊണ്ടാണ്. അപ്പൊ മോശയെ പോലെ വിശുദ്ധനായി ഒരു മനുഷ്യനുണ്ടായിരുന്നോ? ആ വിശുദ്ധന്റെ മൃതശരീരം യഹൂദ ജനതയിൽ നിന്നും ദൈവം മറച്ചു വെച്ചു. ഇനി മറ്റൊരു വ്യക്തി ക്രിസ്തു മരിച്ചു. ക്രിസ്തുവിന്റെ മൃതശരീരം എവിടെയാണ്? നമുക്ക് ഇന്നും അറിയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാ? ഇപ്പൊ ഈ രണ്ട് മൃതശരീരങ്ങളും ലഭിച്ചിരുന്നുവെങ്കിൽ അന്ന് യഹൂദനും പിന്നെ ക്രിസ്ത്യാനികളും ഈ രണ്ട് ശരീരങ്ങൾ, യഹൂദൻ മോശയുടെ ശരീരത്തെയും ക്രിസ്ത്യാനികൾ യേശുവിന്റെ ശരീരത്തെയും ആരാധന വസ്തുവാക്കി മാറ്റുമായിരുന്നു. അതുണ്ടാകാൻ പാടില്ല എന്നുള്ള ദൈവം, ഇങ്ങനെ സംഭവിക്കുമെന്നുള്ള ദീർഘദൃഷ്ടി ദൈവത്തിനുണ്ടായതുകൊണ്ടാ ഇവ ദൈവം മറച്ചു വെച്ചത്. എന്നിട്ടാണ് നമ്മുടെ സഭകൾ പറയുക, എന്ത്? മരിച്ച വിശുദ്ധന്മാരുടെ തിരുസ്വരൂപങ്ങള് ഇവയൊക്കെ ആരാധിക്കണമെന്ന്. അത് തുടങ്ങിയത് AD 375 ഇനി കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥന ആരംഭിച്ചത് AD 432 എന്തിനാണ്? നമുക്ക് ഏക മധ്യസ്ഥനേ ഉള്ളൂ. അത് അപ്പോസ്തലൻ നമ്മൾ പറയുന്നുണ്ട്. സകലർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുയേശു. അതാണ് വിശ്വാസത്തിന്റെ ഒരു സകല മനുഷ്യനും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ആ പരിജ്ഞാനം എന്ന് പറയുന്നത് ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന മനുഷ്യനാം ക്രിസ്തുയേശു എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം നമ്മളോട് പറയുമ്പോഴാണ് 100 വ്യക്തികളെ പുണ്യവാന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട്, വിശുദ്ധന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ മധ്യസ്ഥന്മാരായി ഉയർത്തി അവരുടെ കബറിടങ്ങളും അവരുടെ പേരിൽ പണിയുന്ന പള്ളികളും ധനാഗമ മാർഗത്തിനുള്ള ഒരു വേദിയാക്കി മാറ്റി. നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെയാണ് കന്യക മറിയാമിനോടുള്ള പ്രാർത്ഥന എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ചിന്തിക്കുക. ഇനി പുരോഹിതന്മാർക്ക് പ്രത്യേക കുപ്പായം നിശ്ചയിച്ചു. AD 500 ഉണ്ടായത്. ഇന്ന് നാം നോക്കുക, പുരോഹിതന്മാർക്ക് കുപ്പായങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടു. ഒരു വലിയ കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷൻ പന്തലിലെല്ലാം വെള്ള വസ്ത്രം അണിഞ്ഞ് അതിന്റെ ഗായക സംഘം അല്ലാത്തവരുമെല്ലാം വെള്ള ധൂമ്ര വസ്ത്രധാരികളായി എത്ര മനോഹരമായിരിക്കുന്ന ദൃശ്യമായിരുന്നു. അങ്ങനെ മഞ്ഞ് പൊഴിഞ്ഞു കിടക്കുന്നത് പോലെയുള്ള ഒരു കാഴ്ച ആ കൺവെൻഷൻ പന്തലിൽ കാണാൻ സാധിച്ചു. എന്നാൽ ആ ക്യാമറ ഒന്ന് തിരിഞ്ഞപ്പോൾ അതിന്റെ സ്റ്റേജിലേക്കൊന്ന് തിരിഞ്ഞു. അവിടെ കാണുന്നത് എന്താണെന്നറിയോ? അവിടെ കാണുന്നത് ഇന്നത്തെ നമ്മുടെ കടലാസ് പൂക്കൾ. ഇന്ന് നമുക്ക് ഏറ്റവും ഭംഗിയുള്ള ഒരു ചെടിയാ ഈ ബൊഗൈൻവില്ല അല്ലെങ്കിൽ കടലാസ് ചെടി എന്ന് പറയുന്നത്. വിവിധ വർണ്ണത്തിലുള്ള കടലാസ് ചെടികൾ അങ്ങനെ ചേർത്ത് വെച്ചാൽ എന്ത് മനോഹരമാണ്. ഇതുപോലെ സ്റ്റേജിൽ ഈ കടലാസ് ചെടികളുടെ രൂപത്തിലുള്ള വിവിധ വർണ്ണങ്ങളുള്ള വസ്ത്രധാരികളായ പുരോഹിത വർഗത്തെ ആ സ്റ്റേജിൽ കാണാൻ സാധിച്ചത്. താഴെ കണ്ട വിശുദ്ധിയുടെ അംശങ്ങൾ അവിടെ ഇല്ല. ഇവിടെ അധികാരത്തിന്റെ ചിഹ്നങ്ങളായിരിക്കുന്ന സ്ഥാന വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിത വർഗം. നിങ്ങൾ നോക്കുക, ഇതിനകത്ത് ക്രിസ്തു ധരിച്ച വസ്ത്രം ഏതാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാമോ? ഇവിടെ പുരോഹിതന്മാരുടെ വസ്ത്രം, അതിന് നിരവധിയായിരിക്കുന്ന പുരോഹിത വസ്ത്രങ്ങളും സ്ഥാനമാനങ്ങളും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ക്രിസ്തു എന്ന മഹാപുരോഹിതന്റെ പിന്തുടർച്ചക്കാരാണ് തങ്ങളെന്ന് അഭിമാനിക്കുന്നവർ. ആ ക്രിസ്തു ധരിച്ച വസ്ത്രം ഇതിലേതാണെന്നൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ പാവപ്പെട്ട ഈ വിശ്വാസികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമാകുമായിരുന്നു. പ്രിയമുള്ളവരെ,
അപ്പോൾ ഇവിടെ പറയാ, അപ്പൊ പുരോഹിതന്മാർക്കുള്ള കുപ്പായം നിശ്ചയിച്ചത് AD 500 വേദപുസ്തകത്തിൽ നിന്ന് കാണാൻ സാധിക്കുമോ? ഒരു പുരോഹിതൻ ഇന്ന വസ്ത്രധാരി ആയിരിക്കണം. പഴയ നിയമത്തിലുണ്ട് അഹരോന്റെ വസ്ത്രത്തെക്കുറിച്ച്, പുരോഹിതന്മാരുടെ വസ്ത്രത്തെക്കുറിച്ച്. പക്ഷെ അഹരോന്യ പൗരോഹിത്യം ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു. ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ പൗരോഹിത്യം എന്ന് പറയുന്ന ആ പ്രക്രിയ അവിടെ അവസാനിച്ചു എന്നുള്ള വലിയ സത്യം നാം മനസ്സിലാക്കണം. ഇവിടെയാണ് നാം കാണുന്നത്. പിന്നെ വീണ്ടും പോപ്പിനെ പരമാധികാരിയായി പ്രഖ്യാപിക്കുന്നത് AD 538 മാർപ്പാപ്പ പരമാധികാരിയാണ് സഭയുടെ. നോക്കുക, ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്ത അപ്പോസ്തലൻ ഇത് കാണുമ്പോൾ, ഇത് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഇത് കാണുമ്പോഴത്തെ അവസ്ഥ എന്താ സഭയുടെ? ഈ സഭയുടെ പരമാധികാരി ക്രിസ്തു രാജാവായി അധികാരമേറ്റിരിക്കുകയാണ്. ഇവിടെ ഇതാ ഈ ലോകത്തിലൊരു അധികാര സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഒരു സിംഹാസനം ഇട്ടുകൊണ്ട് ആ സിംഹാസനാരൂഢനായിരിക്കുന്ന ഒരു ഭരണാധികാരിയെ, ഒരു സഭാ മേലധികാരിയെ നാം കാണുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് ഒത്തിരി പറയാനുണ്ട്, ഞാൻ ഇവിടെ നിർത്തുക. അപ്പൊ എന്തു പറയും, പോപ്പിനെ പരമാധികാരിയായി അംഗീകരിച്ചത് AD 538. ഇനി മരണാനന്തരം പറുദീസയിലായിരിക്കും നമ്മളെന്ന് പ്രഖ്യാപിച്ചത് AD 539 പ്രിയമുള്ളവരെ. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള പഠിപ്പിക്കൽ ആരംഭിച്ചത് അതും AD 593. ആരാധനയിൽ ലത്തീൻ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയത് AD 600. പോപ്പിന്റെ പാദചുംബനം ഒരാചാരമാക്കി മാറ്റി AD 709. നിങ്ങൾ നോക്കുക, എത്രയോ ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകി, അവന്റെ ആ ശിഷ്യന്മാരുടെ കാൽ ചുംബിക്കുന്ന ക്രിസ്തു എന്താ കാണിച്ചു കൊടുത്തത്? ഇതൊരു ആചാരമായി കൊണ്ടു നടക്കണമെന്ന് ക്രിസ്തു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് എളിമയുടെ, വിനയത്തിന്റെ, താഴ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണം സ്വന്തം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം എന്താ പറഞ്ഞത്? നിങ്ങളിൽ ഇതുപോലെ എന്തായി തീരണം. നിങ്ങളിൽ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്നവൻ അവൻ അതിൽ ഏറ്റവും എളിയവനായിരിക്കണം. അല്ലാതെ നിങ്ങൾ ഓരോ ദിവസവും വർഷം തോറും ഒരു ദിവസം ഈ പറഞ്ഞ തിരുവത്താഴ നാളിൽ, പെസഹായുടെ നാളിൽ കൂടെയുള്ള പുരോഹിതന്മാരുടെ കാലൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്ലാതെയാണോ? എന്നിട്ട് ഉള്ള സകല TV പ്രോഗ്രാംകാരെ, ലോകത്തെങ്ങാടുമുള്ള TV-ക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി ഇതിനൊരു വലിയ മാധ്യമ സൃഷ്ടിയാക്കി തീർത്ത്, ഇതാണോ എളിമയുടെ ലക്ഷണം? നോക്ക, എന്നിട്ട് പറയാം മാർപ്പാപ്പ കർദിനാളന്മാരുടെ കാല് കഴുകിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ എളിമയുടെ ക്രിസ്തു കാണിച്ചു കൊടുത്തതാണ്. ക്രിസ്തു തന്റെ ജീവിതത്തിൽ തന്റെ ജീവിതം എളിമയുടെ എന്ത് വലിയ പാഠങ്ങളാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്തുവിനോട് ഒരാൾ ചോദിച്ചില്ലേ, നിന്റെ കൂടെ വരാൻ എനിക്ക് താല്പര്യം, നീ എവിടെയാ താമസിക്കുന്നത്, വന്ന് കാണാൻ പറഞ്ഞു. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു, കുറുനരികൾക്ക് കുഴികളുണ്ട്, മാളങ്ങളുണ്ട്, ആകാശത്തിലെ പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് പറഞ്ഞ ക്രിസ്തുദേവന്റെ അനുയായികളാണ് ഈ കാണിക്കുന്നത്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലാതിരുന്ന ഒരു മഹാപുരോഹിതനും ഒരു മഹാരാജാവുമാണ്. അവനാണ് നമ്മുടെ രക്ഷകൻ, അവനെയാണ് നാം അനുകരിക്കേണ്ടത്. അപ്പൊ ക്രിസ്തീയ സഭയുടെ ആ അധപ്പതനത്തിന്റെ ചിത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അധികാരത്തിന്റെ ആ ഹുങ്കുമൂത്ത്, എത്രയധികം സ്ഥാനമാനങ്ങളും അധികാരം. ഇന്ന് നാം നോക്കുക, ഓരോ സഭകളിലേക്കും ഇതൊക്കെ അവസാനിക്കേണ്ട കാലം സമീപിച്ചു പ്രിയമുള്ളവരെ. അത് ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ ആ ഭാഗം കൂടുതലായി പഠിക്കുമ്പോൾ ഞാൻ പറയാം. നാം ഇന്ന് നോക്കുക സഭകളിലേക്ക്, കുർബാന വിശുദ്ധം എന്ന് പറയുന്ന കുർബാനയുടെ പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്ന അംഗങ്ങൾ എത്രയാണ്? നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. വിശുദ്ധമാണ് കുർബാന എന്ന് പറയുന്നു. ബിഷപ്പുമാര് അവര് പരിശുദ്ധരാണെന്ന് പറഞ്ഞ് ആ ബിഷപ്പിന്റെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന അവസ്ഥയിലേക്ക്, ആത്മായർ വസ്ത്രാക്ഷേപം ചെയ്യുന്ന അവസ്ഥയിലേക്ക് സഭ മാറിയില്ലേ? അടുത്ത ദിവസം ഈ കുർബാനയുടെ പേരിൽ ഒരു പള്ളിയിൽ എന്ത് ചെയ്തു? അവിടെ പെപ്പർ സ്പ്രേ അടിച്ചു, അവിടെ പോലീസ് വന്ന് പൂട്ടിയിട്ടു, മർദ്ദിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ
മറ്റൊരു സഭ എന്താ? ഇവിടെ അധികാരത്തിന്റെ പേരിൽ, അധികാരം ഇവിടെയാണോ അവിടെയാണോ, അധികാരം അന്ത്യോക്യയിലാണോ അല്ലാത്തിടത്താണോ എന്നുള്ള അധികാരത്തിന്റെ പേരിൽ ഇവിടെ പള്ളികൾ അടച്ചുപൂട്ടണ്ട, മെത്രാന്മാരെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സഭ മാറിയിട്ടില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചിന്തിക്കുക. ഇത് ഞാൻ മനഃപൂർവ്വമായി കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ നടക്കുന്ന അനുഭവങ്ങൾ, സംഭവങ്ങൾ, ഇത് ദൈവത്തിന്റെ യഥാർത്ഥ സഭയ്ക്ക് അപമാനമാണ്, വിശുദ്ധ വേദപുസ്തകത്തിന് അപമാനമാണ്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ബൈബിളിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇനി തിരുശേഷിപ്പ് വന്ദനം, യൗസേപ്പിനോടുള്ള പ്രാർത്ഥന, ഇത് യൗസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന തുടങ്ങിയത് AD 890 നോമ്പും വെള്ളിയാഴ്ച ഉപവാസവും ആരംഭിച്ചത് AD 996 കുർബാന ബലിയർപ്പണമാക്കി അതിൽ പങ്കുകൊള്ളേണ്ടത് നിർബന്ധമാക്കി 11ാം നൂറ്റാണ്ടിലെ കുർബാന എന്ന് പറയുന്ന ഒരു ബലിയാണെന്നും അത് പാപമോചനത്തിനുള്ള ഒരു ബലിയാണെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. പാപമോചനത്തിനുള്ള ബലി എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ നടത്തിയ ഏകയാഗമാണ്. അതിനപ്പുറം മറ്റൊരു ബലികൾക്കും നമ്മുടെ പാപങ്ങളെ പരിഹരിക്കാൻ സാധിക്കില്ല. ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ഇതൊരു പാപപരിഹാര ബലിയായിട്ട് ഏൽപ്പിച്ചിട്ടുമില്ല. ഒരു വേദപണ്ഡിതനോ തെളിയിക്കാൻ പറ്റില്ല. ക്രിസ്തു തന്റെ ശരീരമാണെന്ന് പറഞ്ഞ് ഒരു അപ്പമെടുത്ത് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു, തന്റെ രക്തമെന്ന് പറഞ്ഞ് വീഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ ഇതൊരു സാദൃശ്യമാ, തന്റെ ശരീരത്തിന്റെ താൻ നടത്താൻ പോകുന്ന ബലിയുടെ ഒരു സാദൃശ്യം മാത്രമാ ഈ ശരീരവും ഈ വീഞ്ഞും. അവൻ കൊടുത്ത ശരീര വീഞ്ഞുകൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ശരീരമോ രക്തമോ ആയി മാറുന്നുണ്ടായിരുന്നോ? അവൻ ക്രിസ്തു കൊടുത്തിട്ട് മാറിയിട്ടില്ല എങ്കിൽ പിന്നെ പുരോഹിതൻ ഒരു ലത്തീൻ പദം ഉച്ചരിച്ചു കഴിഞ്ഞാൽ, ഒരു സുറിയാനി പദം ഉച്ചരിച്ചു കഴിഞ്ഞാൽ പുരോഹിതൻ കൊടുക്കുന്ന അപ്പവീഞ്ഞുകൾ എങ്ങനെ ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളായി മാറും? നമ്മളത് ചിന്തിക്കണം. ക്രിസ്തു കൊടുത്തിട്ട് അത് മാറിയെങ്കിൽ അതിന്റെ ഒരു യുക്തിഭംഗം, ക്രിസ്തുവിനപ്പോ ഒരേ സമയം 2 ശരീരമുണ്ടെന്ന് വരികയില്ലേ? ഇതിൽ ഏത് ശരീരം മുറിക്കപ്പെടുന്നതിലാണ് പാപപരിഹാരം നടത്തുന്നത്? ക്രിസ്തു കൊടുത്ത ആ അപ്പം പാപപരിഹാരം പരിഹരത്തിന് യോഗ്യമാകുന്ന വണ്ണം ക്രിസ്തുവിന്റെ ശരീരമായി മാറിയിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാ ക്രിസ്തു കാൽവറിയിൽ മരിച്ചത്? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചോദിക്കണം. ഇതാണ്. അപ്പൊ കുർബാന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാപപരിഹാര ബലിയല്ല, ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഓർമ്മ മാത്രമാണ്. ഇതിന് തെളിവ് വേറെ പല കാര്യങ്ങൾ പറയാനുണ്ട്, സമയ പരിമിതി കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഇനി സഭയ്ക്ക് അപ്രമാദിത്വമുണ്ടെന്ന് പ്രഖ്യാപിച്ചു AD 1076 പുരോഹിതന്മാർ വിവാഹം കഴിക്കുന്നത് ഗിരിഗറി 6 മാർപ്പാപ്പയാണ് വിലക്കിയത്. അത് 1079 പുരോഹിതന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് ഉള്ള നിയമം കൊണ്ടുവന്നത്. ജപമാല ആരംഭിച്ചത് AD 1090 പാപമോചന ചീട്ടിറക്കി അതൊരു വരുമാന മാർഗമാക്കി മാറ്റിയത് 1190 സ്നാനത്തിന് വെള്ളം തളിച്ചാൽ മതി എന്ന് തീരുമാനിച്ചത് 12ാം നൂറ്റാണ്ടിലാണ്. നോക്കുക, സ്നാനം, ശിശുമാമോദീസ ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രിയമുള്ളവരെ? 8ഉം പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളുടെ തലയിൽ വെള്ളം തളിച്ച് അവനെ ക്രിസ്ത്യാനിയാക്കാമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കുംഭസാരം ആരംഭിച്ചത്, അത് സഭയുടെ പ്രമാണമാക്കി മാറ്റിയതും 1215 ഈ സാധാരണക്കാരൻ ബൈബിൾ വായിക്കുന്നത് നിരോധിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, ഈ വേദപുസ്തകം വായിക്കാനുള്ള അനുവാദം നമുക്ക് കിട്ടിയിട്ട് കേവലം 70 വർഷങ്ങളെ ആയിട്ടുള്ളൂ. 70 വർഷങ്ങൾക്കപ്പുറം വേദപുസ്തകം ഒരു അൽമായൻ വായിക്കാൻ പാടില്ലായിരുന്നു. അവൻ അന്ന് ഇതൊരു തുകൽ സഞ്ചിയിലാക്കി ആ ഭവനത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ തൂക്കിയിട്ടെടുത്ത് മുത്തിയിട്ട് അതേപടി അവിടെ മടക്കി വെക്കണമായിരുന്നു ആ സഞ്ചിയിൽ. എന്തുകൊണ്ടാ? വേദപുസ്തകം വായിച്ചാൽ അവൻ സത്യം ഗ്രഹിക്കും, മനസ്സിലാക്കും. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുവാനുള്ള അവന്റെ അവകാശം നിരോധിക്കപ്പെട്ടു. നിങ്ങൾ നോക്കുക, വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതിനേക്കാൾ വലിയ ഒരു ദുർഗതി വരാനുണ്ടോ? അത് സഭയിൽ നിന്നാണ്, ഈ ലോകത്തിലെ രാജാക്കന്മാരിൽ നിന്നല്ല. അങ്ങനെ സഭ ഒരു വിശ്വാസ ത്യാഗിനിയായി, ഒരു വേശ്യയായി മാറിയ അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഇനിയും വളരെയധികം
പറയാനുണ്ട്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും ചിന്തിക്കാം. നിങ്ങൾക്ക് എല്ലാ എല്ലാ നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് കൂടുതൽ ബൈബിൾ പഠിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ എൻ്റെ ഈ വാക്കുകൾ പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്യങ്ങൾ ഞാനിവിടെ നിർത്തുന്നു.